നമ്മുടെ 85ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ ആരും സംസാരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സബ്ജക്റ്റാണ് പറയുന്നത്. പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ കാരണം അതിപ്പോൾ ഞാൻ പെട്ടെന്ന് ലാസ്റ്റൊക്കെയാണ് ഈ പ്രൊഡ്യൂസറെ കുറിച്ച് സംസാരിക്കേണ്ടത്. ഇപ്പോൾ ഞാനത് പെട്ടെന്ന് പറയാൻ കാരണം, ഈ കഴിഞ്ഞ ദിവസം നന്ദകുമാർ എങ്ങോ പറഞ്ഞൊരു കക്ഷി എന്നെ ചതിച്ചവരുടെ ലിസ്റ്റെന്നും പറഞ്ഞിട്ട് പ്രൊഡ്യൂസർ ചതിച്ചു എന്ന്. പ്രൊഡ്യൂസർ എങ്ങനെയാണ് ഒരാളെ ചതിക്കുന്നത്? എനിക്കത് മനസ്സിലാകാത്തതുകൊണ്ടാണ്. കാരണം പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറാണ്. നമ്മൾ വലിയ അങ്ങോട്ട് ഹെലികോപ്റ്റർ ഷോട്ടും മാങ്ങ ചന്ദ്രനിൽ പോകുന്നതൊക്കെ ഷൂട്ട് ചെയ്യാന്ന് പറയും. ഈ പാവപ്പെട്ട കുടുംബം വിറ്റ് കൊണ്ടിരുന്ന കാശായിരിക്കും 1 കോടി രൂപ പറഞ്ഞ് തുടങ്ങി വെച്ച് 90 കോടി ആയാലും തീരുകയില്ലാതെ ആക്കുന്നതൊക്കെ അവസ്ഥ. ഇവരുടെ പൈസ കൊണ്ടാണ് ഈ ഇൻഡസ്ട്രി നിലനിൽക്കുന്നത്. ഈ പ്രശസ്തിയും പണമൊക്കെ ഉണ്ടാക്കിയ പലരും ഓർക്കണം, ഇവരുടെ പൈസ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. പൈസ പ്രശസ്തിയൊക്കെ ഉണ്ടാക്കുന്ന ഈ മറ്റുള്ളവരാണ്. പക്ഷേ പ്രൊഡ്യൂസേഴ്സിന് എന്താ ലാഭം കിട്ടിയില്ലെങ്കിൽ പോയി. പിന്നെ തെറ്റായ വഴിക്ക് പോകുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ കാര്യമല്ല. തെറ്റായ വഴിക്ക് പോകുന്ന പ്രൊഡ്യൂസേഴ്സ് എന്തും ചെയ്തോട്ടെ, അവരുടെ പൈസ പൊക്കോട്ടെ. അത് മറ്റ് ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങൾക്കും മറ്റ് സ്വാർത്ഥത കൊണ്ടുമൊക്കെ അങ്ങനെയുള്ളവരും കുറച്ച് പേരുണ്ട്. അതൊക്കെ ഫീൽഡിലെ എല്ലാ ജോലിയിലും ഒരു ടെക്സ്റ്റൈൽസ് നടത്തിയാൽ പോലും അതൊക്കെ നടക്കുന്നതാണ്. പക്ഷേ അതൊന്നും അല്ല. അതിന് വേണ്ടി മാത്രം ചെയ്യുന്നവരുടെയൊക്കെ പൈസ പൊക്കോട്ടെ. പക്ഷേ നമ്മൾ വലിയ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോഴും ഈ അമ്മ പ്രസവിച്ചതിൻ്റെ കണക്ക് പറയാൻ ഈ കോടിക്കണക്കിന് ആളുകളുണ്ട്. ഈ അച്ഛൻ എന്ന് പറഞ്ഞൊരു സാധനത്തിൻ്റെ കഥ അറിയോ? അമ്മ പ്രസവവേദന എടുത്ത് ആ കുഞ്ഞിനെ എല്ലാം ശരിയാണ്, അത് 100% ശരിയാണ്. അമ്മയുടെ പ്രസവവേദന, അവൾ താലോലിക്കുന്ന മുല കൊടുക്കുക എല്ലാം ശരിയാണ്. നല്ല അമ്മമാരുണ്ട്, ചീത്ത അമ്മമാരുണ്ട്. നല്ല അച്ഛന്മാരുമുണ്ട്, ചീത്ത അച്ഛന്മാരുമുണ്ട്. പക്ഷേ ആ സമയത്ത് ഈ ഒരു ഹോസ്പിറ്റലിൽ സിഗരറ്റൊന്നും വലിക്കാൻ കഴിയില്ല. വലിക്കുന്നവരും കുടിക്കുന്നവരൊക്കെ അതൊന്നും ഇല്ലാതെ ഈ കുഞ്ഞിനും ഭാര്യയ്ക്കും എന്തെങ്കിലും പറ്റുമെന്നും പറഞ്ഞ് വിഷമിച്ച് നടക്കുന്ന തിണ്ണേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു അച്ഛനുണ്ട്. അതുപോലെ തന്നെ അയാളുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പറ്റുമോ? പിന്നെ പൈസ ഉണ്ടാക്കുന്നതെല്ലാം അയാളാണ്, അവിടെ ഇവിടെ കടം മേടിച്ച്. അതുപോലെ തന്നെ ഈ കുഞ്ഞിനെ ആദ്യം കൊണ്ടുവന്ന് വെച്ച് ഈ അച്ഛൻ്റെ കുഞ്ഞും കൂടെയാണ്, അവൻ്റെ കയ്യിലല്ല കൊടുക്കുന്നത്. അതുകൊണ്ട് കൊടുക്കുന്നത് അതിൻ്റെ ആൺകുട്ടിയോ പെൺകുട്ടിയാണെന്നും പറഞ്ഞ് കയ്യിലേക്ക് എടുത്ത് കൊടുക്കുമ്പോൾ അത് മേടിക്കുന്ന അമ്മായിയമ്മയോ അമ്മയോ ഒക്കെ ആയിരിക്കും. അന്നേരം അവൻ്റെ കയ്യിലത് കിട്ടില്ല. അങ്ങനെയൊക്കെ ഉള്ള ഈ അച്ഛനാണ് ഈ പ്രൊഡ്യൂസർ. അയാളുടെ വേദനകളും ബുദ്ധിമുട്ടുകളും ഒന്നും ആർക്കും അറിയില്ല. തകർന്ന് തരിപ്പണമായി ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒരു പ്രൊഡ്യൂസർ പണ്ട് ഇങ്ങനെ ഇത് ചെയ്ത് വെച്ചാൽ അയാൾ മദ്രാസിൽ ഈ ഷഡ്ഡി മാത്രം ഇട്ടുകൊണ്ട് ഏത് പടം, ഷക്കീല പടത്തിൻ്റെ കാലമാണ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഒരു ചാൻസ്. അങ്ങനെ ഇട്ടുകൊണ്ടല്ല വന്നത്, പടം കാണിച്ച് വെച്ച് എന്നെ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാം, എനിക്കൊന്ന് രക്ഷപ്പെടണം, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുടെ അടുത്ത് പോകണം, അവിടെ ചെന്നാൽ എല്ലാവരും കൊല്ലും. അയാൾ 1 കോടി രൂപ അന്നത്തെ കാലത്ത് മുടക്കിയതാണ് ഷക്കീല പടത്തിൻ്റെ കാലത്ത്. അയാൾക്ക് വീട്ടിൽ പോകണമെങ്കിൽ അയാൾ ഒരു 40 ലക്ഷം രൂപ കടം മേടിച്ചു. ഈ പഴി മൊത്തം ഇവരുടെ തലയല്ലേ. എന്തിനാണ് അവർ ആദ്യത്തെ ഒരു അഡ്വാൻസ് മുടക്കും. അതായത് അറിയാൻ മേലാത്ത പുതിയ പ്രൊഡ്യൂസേഴ്സ് അവർ 10 ലക്ഷം രൂപ ഇട്ടാൽ അവരത് ഊരാൻ വേണ്ടി 20 ലക്ഷം ഇടുക. അങ്ങനെ അവരെ പറഞ്ഞ് അവർ എത്ര കോടി രൂപ സ്വത്തും അത് ഇപ്പോൾ പടം ചെയ്ത് വിജയിക്കുന്നു. ഇവരോട് പറയുന്ന സാധനമൊന്നും അല്ല ഷൂട്ട് ചെയ്യുന്നതെന്നൊക്കെ പല പ്രൊഡ്യൂസേഴ്സിനും പിന്നെ മനസ്സിലാവും. കാരണം അങ്ങനെയാണ് ഈ 100-300 പടങ്ങളിൽ പെട്ടിലിരിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് ഇല്ലെങ്കിൽ അവർ ദൈവങ്ങളാണ്. അവരുടെ പൈസ വെച്ച് അവർ ചതിച്ച ആൾക്കാരുമുണ്ട്, ചതിക്കുന്ന ആൾക്കാരുമുണ്ട്. ചിലരങ്ങനെ ചതിച്ചിട്ടുണ്ട്. അത് എനിക്കൊരു പ്രൊഡ്യൂസർ, പക്ഷേ ആ പടം വർക്ക് ഇറങ്ങി കേട്ടോ. അത് വന്നത് സിനിമയല്ല, ഒരു സീരിയലിൻ്റെ ആദ്യ ഭാഗം. പക്ഷേ എനിക്ക് വേണ്ടി പ്രൊഡ്യൂസർ അന്നത്തെ കാലത്ത് 3 ലക്ഷം രൂപ മുടക്കി. പക്ഷേ അതിനകത്ത് ഒരു 30,000 രൂപ ഇട്ടൊരു പാർട്ട്ണർ വന്നു. ഇവർ തമ്മിൽ പിണക്കമായപ്പോഴത്തേന് എന്നോട് ഗുണ്ടായിസമുള്ള ആ 30,000 ഇട്ടാൻ പറഞ്ഞ് മറ്റേ ആളുടെ പേര് കേസ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കേസ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ കോടതിയിൽ ചെന്ന് വിധി വന്ന് ഞാൻ ഈ പൈസയെല്ലാം വാങ്ങി എന്നുള്ള ഒപ്പിട്ട് കൊടുത്തു ഞാൻ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ 3 ലക്ഷം മുടക്കിയ ആളെ ചതിക്കാനൊക്കില്ല. അയാൾക്ക് ആ പൈസ ഇട്ട് കൊടുത്തേച്ച് ഞാൻ എന്ത് ചെയ്തു, വാങ്ങിയിട്ട് ഇട്ട് കൊടുത്തേച്ച്. കാരണം കോടതി ഞങ്ങൾ രണ്ടുപേരും ആദ്യം പ്രതിയായിട്ട് നിൽക്കുകയാണ്. ഞാൻ ഇട്ട് കൊടുത്ത് ഒപ്പം ഇല്ലെങ്കിൽ അയാളെ ശിക്ഷിക്കും. കാരണം അയാൾ എനിക്ക് വീണ്ടും ചെക്ക് തന്നാക്കാണ് 3 ലക്ഷം രൂപ മുടക്കിയിട്ട്. ഇപ്പോഴല്ല കേട്ടോ, 20 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. കോടതിയിൽ നിന്ന് ഇറങ്ങി ആ കേസ് വെറുതെ വിട്ടു. ഇല്ലാതെ ഞാൻ 30,000 രൂപ മുടക്കാൻ ഇയാളെ കുടുക്കി കളഞ്ഞാൽ. കാരണം എനിക്ക് തോന്നി ഇത്രയും പൈസ അവൻ മുടക്കി, ആ പാവപ്പെട്ട സ്ഥലം വിറ്റ പൈസയാണ്. 3 കോടി രൂപ ഉണ്ടായിരുന്നു അയാളുടെ കയ്യിൽ. 3 ലക്ഷം രൂപ മുടക്കിയുള്ളൂ. അങ്ങനെ അല്ല, 3 കോടിയല്ല, 30 ലക്ഷം രൂപ ഉണ്ടായിരുന്നു.
30 ലക്ഷം ഉണ്ടായിരുന്നു, 3 ലക്ഷം മുടക്കി. ഞാനൊക്കെ ഒപ്പിട്ട് ഈ കോടതിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് 2 ഭാഗത്തെ വക്കീൽ എനിക്ക് മറ്റേ ഗുണ്ടായുസമുള്ള 30 മുടക്കിയവൻ എന്നെ ഉപദ്രവിക്കില്ലെങ്കിൽ ഇവരെ ഉപദ്രവിക്കും. മരണം വരെ അയാൾ മരിച്ചുപോയി, അയാളോട് മരണം വരെ ആ സൗഹൃദം എനിക്ക് നിലനിന്നു എന്നുള്ളതാണ്. കാരണം അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു വണ്ടിയിലാണ് തിരിച്ചു വന്നത്. വഴിക്ക് വെച്ച് ആ കോടതിയിലുള്ളവരും ആ വക്കീലന്മാർ രണ്ടുപേരും കണ്ടു, നിങ്ങളല്ലേ ഇച്ചിരി മുമ്പ് വാദ്യം പ്രതിയായിട്ട് അവിടെ വന്നത്, ആ കേസൊത്ത്. അതെ, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആൾ കൊള്ളാതെ ഒരു കോടതിയെ കബളിപ്പിച്ചെന്ന്. ഞാൻ കോടതിയല്ല കബളിപ്പിച്ചത്, കാരണം അയാളെ രക്ഷിക്കണം, കാരണം അയാളെ ശിക്ഷിക്കും, കാരണം ചെക്ക് കേസാണ്, എൻ്റെ പേരിൽ തന്ന ചെക്കാണ്, എനിക്കങ്ങനെ ചതിക്കാൻ നോക്കില്ല. ആ മര്യാദയെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളൊഴിച്ച് ബാക്കി ആരും എന്നെ കുറ്റം പറയില്ല. അത് എത്രയാ 2 കൊല്ലത്തിനകം 25 വർക്ക് ചെയ്തു, ഒരാൾ എന്നെ കുറ്റം പറയില്ല. നഷ്ടം വന്ന വർക്കുകൾ കൊണ്ട് പകുതിയോളം നഷ്ടമാണ്. ഞാൻ ആദ്യമേ പറയും നഷ്ടം വരുമെന്ന്. ഈ പ്രൊഡ്യൂസേഴ്സിനെ കുറ്റം പറയാതിരിക്കുക. പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. ഒരു പ്രൊഡ്യൂസർക്ക് വേണ്ടി ഞാൻ തപ്പി നടന്നിട്ട് അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി ചെയ്യാതിരിക്കുകയാണ്. അത് ഇത്രയൊക്കെയാണ് പ്രൊഡ്യൂസേഴ്സിന് ഒന്നും അറിയാൻ മേലാതെ വരുന്നതാണ്. അവരുടെ മുമ്പിൽ വെക്കുന്ന കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സാറ്റലൈറ്റ് ഒന്നും ഇല്ല ഇപ്പം. സാറ്റലൈറ്റൊക്കെ തിയേറ്റർ റിലീസായ പടത്തിനൊക്കെ നിസ്സാര സാറ്റലൈറ്റൊക്കെ ഉള്ളൂ, സാറ്റലൈറ്റും ഇല്ല, ഒന്നുമില്ല. പിന്നെ ആർട്ടിസ്റ്റ് വാല്യൂൻ്റേത് ഡേറ്റ് അതായതെന്നൊക്കെ പറഞ്ഞ് ഇവർ വേണ്ടി വന്നാൽ ഇവർ എന്ത് ചെയ്യുന്നു പറയും. ഇവർ അമിതാഭ് ബച്ചനെ വരെ വിളിച്ച് കളയും പ്രൊഡ്യൂസർ ഒപ്പിക്കാൻ വേണ്ടി. ലാസ്റ്റ് ഈ കോപ്പൊന്നും കാണുകയില്ല. ഇങ്ങനെയൊന്നും പ്രൊഡ്യൂസേഴ്സ് എന്നെ ചതിക്കരുത്, പ്രൊഡ്യൂസേഴ്സാണ് ദൈവം. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ പെട്ടെന്ന് ഈ എപ്പിസോഡ് ചെയ്യാൻ കാരണം. അവരുണ്ടാക്കുന്ന പൈസയ്ക്ക് അവരൊന്നും തട്ടും മുട്ടിച്ചും വരുന്നവരായിരിക്കില്ല മിക്ക പ്രൊഡ്യൂസേഴ്സും കേട്ടോ. അവരൊക്കെ നല്ല രീതിയിലുള്ളതൊക്കെ എങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് വേണ്ടി പൈസ കൊടുക്കുന്നതാണ് വിശ്വസിച്ച്. അതിനൊരു നന്ദി വേണം, അത്രയേ ഉള്ളൂ. ബാക്കി പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് അടുത്ത എപ്പിസോഡ് വിശദമായിട്ട് പറയാം. ഇപ്പോൾ ഇത് പെട്ടെന്ന് നന്ദകുമാർ ഇട്ടുകൊണ്ട് ഞാനങ്ങ് ഇട്ടതാണ്.